ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം. നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്. മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം. നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്. സ്നേഹം നൽകി നിൻ പ്രാണൻ നൽകി എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി നിൻ പ്രാണൻ നൽകി എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ ചേർന്ന് പാടിക്കാം. നീയേ എൻ ജീവനും പ്രാണനും നീയേ, എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. കർത്താവേ, ഇന്ന് രാത്രി നിന്റെ മക്കളായ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് കർത്താവേ, നിന്റെ ദാസനോടും കുടുംബത്തോടും ദൈവസഭയോടും ചേർന്ന് നിന്റെ വചനത്തിൻ്റെ മുൻപാകെ ചില നിമിഷങ്ങൾ ഞങ്ങളായിരിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്റെ മക്കളോട് സംസാരിക്കണമേ. വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടു അതേ ആത്മാവിനാൽ ഇന്ന് രാത്രി വ്യക്തമായി ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. എനിക്ക് വയ്യാത്തതുകൊണ്ട് എഴുന്നേറ്റ് നിന്നൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ ദൈവവുമായിട്ട് നമുക്ക് നല്ല ബന്ധത്തിൽ പോകാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ എനിക്കിന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് കിടക്കുന്ന സമയത്ത് ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ദൂത് നൽകി. അത് ദൈവസഭയോടുള്ള ദൂതാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാനത് ഓക്കെ, എനിക്ക് ആ ദൂത് നിങ്ങളോട് പറയാനുണ്ട്. അതിനുശേഷം ഞാൻ ദൈവവചനം പ്രിപ്പയർ ചെയ്യാനും വേണ്ടി ബൈബിൾ എടുത്തപ്പോൾ അതുമായിട്ട് കണക്റ്റഡായ ഒരു ദൂതാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എനിക്കറിയത്തില്ല, കഴിഞ്ഞ ദിവസം ദൈവദാസന്മാരൊക്കെ എങ്ങനെയുള്ളത് വചനമാണ് പ്രസംഗിച്ചത്. പക്ഷേ ഇന്ന് നിങ്ങളോട് പോകുന്നത് സഭയോടുള്ളൊരു ദൂതാണ്, ദൈവസഭയോടുള്ള ദൂത്. അപ്പം ഞാനതാ പറഞ്ഞ കഴിഞ്ഞ 3 ദിവസം എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഏത് വചനം പ്രസംഗിച്ചാലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കും. വ്യക്തിപരമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. ആമേൻ. ഒന്നാമത്തെ ദൂത് എന്നാന്ന് ചോദിച്ചാൽ, ദൈവം നിങ്ങളെ ആ ദേശത്തൊരു മൂവ്മെൻ്റ് ആക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ പോലും അതിശയിക്കത്തക്ക നിലയിൽ ചില ദൈവപ്രവർത്തികൾ
നിങ്ങളിൽ കൂടെ. ചില സമയമെടുക്കെങ്കിലും നിങ്ങളുടെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് സ്വന്തമായ സ്ഥലങ്ങളും അതിനോടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ദൈവസഭ തന്നെ അതിശയിക്കും, ഞങ്ങളെക്കൊണ്ട് ഇത്രയേ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യിക്കുമോ, അല്ലെങ്കിൽ ഇത്രത്തോളം ഒന്നും ഞങ്ങൾ ചിന്തിച്ചില്ലല്ലോ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ ഒരു വലിയ മൂവ്മെൻ്റാക്കി ആ ദേശത്ത്. ഇതുമല്ല, ഇനിയും ദൈവം നിങ്ങൾക്ക് സഭകൾ തരും, ശുശ്രൂഷകന്മാരെ തരും. ഇന്നത്തെ ഈ ദൂതിന് രണ്ട് വശമാണ്. ഒരു കയ്പുമുണ്ട്, ഒരു മധുരവുമുണ്ട്. ഞാൻ ആദ്യം മധുരമാണ് പറഞ്ഞു. അപ്പം വലിയ ഒരു മൂവ്മെൻറ്റിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ ഇതുവരെ വന്നതല്ല, ഇതിനപ്പുറത്തേക്ക് ജർമ്മനിയിൽ വലിയ കോൺഫറൻസുകൾ നടത്തത്തക്ക നിലയിൽ, ചെറിയ രീതിയിലല്ല, വൻ നിലയിൽ. അത് മലയാളത്തിൽ നിന്ന് ഞാൻ പറയത്തില്ല, വേറെ ലാംഗ്വേജിൽ ഫോറിൻ കൺട്രീസിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് മലയാളികളല്ലാത്ത ദൈവദാസന്മാരെ വെച്ചുകൊണ്ട് മലയാളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ള ഭാഷക്കാരിലേക്ക് അത് ദൈവിക പ്രവർത്തികൾ നീങ്ങത്തക്ക നിലയിൽ വലിയ ദൈവപ്രവർത്തി. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഇച്ചിരി കയ്പാണ്, അതൊരു വാണിംഗ് ആണ്. ദൈവസഭ വളരുമ്പോൾ ശത്രുവിന് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. എവിടെ ദൈവപ്രവൃത്തി നടക്കുന്നോ, എവിടെ എവിടെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നു, എവിടെ ജനം വിടുവിക്കപ്പെടുന്നു, എവിടെ സഭ വളരുന്നു, അവിടെ അവൻ നുഴഞ്ഞു കയറാൻ നോക്കും. അതുകൊണ്ട് എനിക്കൊരു വാണിങ് സഭയോട് ബന്ധപ്പെട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മൾ ഹമ്പിളായിരിക്കുക. നമ്മളിൽ ആരും വലിയവനില്ല. കർത്താവേ, എന്നെ അതിൻ്റെ ഒരു പാർട്ടാക്കണമേ. നിങ്ങൾ ഈ മൂവ്മെൻറ്റിൻ്റെ പുറത്ത് പോകരുത്. ഞാൻ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകരോടല്ലിപ്പം പറയുന്നത്, വിശ്വാസി പ്രിയപ്പെട്ടവരോട് പറയണം, നിങ്ങൾ ഈ മൂവ്മെൻറ്റിനകത്തുനിന്ന് പുറത്തു പോകരുത്. കുറച്ച് നമുക്ക് പാടാനും പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും ശുശ്രൂഷയ്ക്കുള്ളൊരവസരം കിട്ടുമ്പോൾ നമുക്കൊരു ചിന്ത വരും, ഇനി എനിക്കും ഒരു സഭ തുടങ്ങാം. അപ്പം നിങ്ങൾക്കങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സഭയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തുടങ്ങുന്നതാണ് നല്ലത്. ഇതൊരു വാണിംഗ് ആണ് പ്രിയമുള്ളവർ. ഒരു സഭയ്ക്കകത്ത് ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിങ്ങനെ നിങ്ങളുടെ കുടുംബത്തിനകത്തും വെളിപ്പെടും, അത് നിങ്ങളുടെ തലമുറയ്ക്കകത്തും വെളിപ്പെടും. വലിയ ആത്മവ്യാപാരവും അഭിഷേകവും ആത്മനിറവും ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടാൽ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും തൊടുമെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നുപോയാലും, ആദ്യത്തെ കാര്യം മറന്നുപോയാലും ഈ രണ്ടാമത് പറഞ്ഞത് മറക്കരുത്. ആദ്യത്തെ നടന്നോളും, അത് ദൈവത്തിൻ്റെ സമയത്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഈ മൂവ്മെൻറ്റിൽ അങ്ങ് പോയാൽ മതി, ദൈവം അത് ചെയ്തോളും. പക്ഷേ രണ്ടാമത്തെ കാര്യമാണ് വാണിങ്. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവേ, ഈ ഉണർവിനോട് ചേർന്ന് നിൽക്കാൻ. ഞാനൊരു ഉണർവെന്ന് പറയാനാണ് എനിക്കിഷ്ടം. ജർമ്മനിയിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്ന ഈ ഉണർവിനോട് ചേർന്ന് നിൽക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെ ഒരുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആത്മീയമായി മാത്രമല്ല, ഈ സഭയിൽ വരുന്നവർ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുകയും ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കുവാനും പ്രവർത്തനങ്ങൾക്ക് മുന്നേ നിൽക്കുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ വിളിച്ച വിളി എന്താണോ അതിനനുസരിച്ച് നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മാതൃക സഭ എന്നുള്ളതാണ്, മോഡേൺ ചർച്ച്. അതുകൊണ്ട് ഞാനതാ പറഞ്ഞ ആദ്യം ഈ ദൂത് വന്നപ്പോൾ പിന്നീട് എനിക്ക് ദൈവം നൽകിയ ഒരു ദൂതാണിത്.
മോഡേൺ ചർച്ച് തെസ്സലോനിക്ക സഭയെ പറ്റിയാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. തെസ്സലോനിക്ക സഭയുടെ പ്രത്യേകതകൾ, അതൊരു മാതൃക സഭയായിരുന്നു. നമുക്കറിയാം കൊരിന്ത്യ സഭയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ പറയാൻ വയ്യാത്ത പാപം സഭയ്ക്കകത്തുണ്ടായിരുന്നു. സഭയും ലോകവും എല്ലാം കൂടെ സഭയ്ക്കകത്തോട്ട് കയറി വല്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ തെസ്സലോനിക്ക സഭയെന്ന് പറയുന്നത് മാതൃക സഭയായിരുന്നു. തെസ്സലോനിക്ക ലേഖനമാണ് പൗലോസിൻ്റെ ആദ്യ ലേഖനമെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ ശാന്തമായി സംസാരിക്കാൻ എനിക്ക് വയ്യത്തുണ്ട് കേട്ടോ. തെസ്സലോനിക്ക സഭ മാതൃക സഭയായിരുന്നു. അത് തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയില്ല. ബഥേൽ തുടങ്ങിയിട്ട് അധികം നാളായില്ലല്ലോ. അപ്പം ചില മാസങ്ങളായി അങ്ങനെ പൗലോസ് ഒരു 3 ആഴ്ച കാലമായിരുന്നു അവിടെ തെസ്സലോനിക്കയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പൗലോസ് അങ്ങ് പോയി. അത് കഴിഞ്ഞ് തീമോഥെയോസിനെ തെസ്സലോനിക്കയിലേക്ക് വിട്ടു. അവിടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹം കണ്ടിട്ട് തീമോഥെയോസ് തിരിച്ചു വന്നിട്ട് പൗലോസിനൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരുടെ മാതൃകപരമായ ജീവിതവും മാതൃകപരമായ സഭയെപ്പറ്റിയുള്ള അവരുടെ ആ മാതൃകാപരമായ ജീവിതവും കണ്ടിട്ട് പൗലോസിൻ്റെ ഹൃദയത്തിനകത്ത് വലിയ സന്തോഷമുണ്ടായിട്ട് വലിയ സന്തോഷമുണ്ടായിട്ട് പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിലേക്ക് നോക്കാം. ഇവിടെ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് മാതൃക സഭയോടുള്ള ഒരു ഉപദേശം. ദൈവസഭ, ജർമ്മനിയിലെ ബഥേൽ ദൈവസഭയെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മാതൃക സഭയാകാനാണ്. അത് ദൈവദാസന്മാർ മാത്രം, ലീഡർഷിപ്പിലുള്ളവർ മാത്രം ചിന്തിച്ചാൽ നടക്കത്തില്ല പ്രിയമുള്ളവർ. ദൈവസഭ ഒന്നിച്ച് ഐക്യതയോടെ ആത്മാവിൻ്റെ സ്നേഹത്തിൽ, ആരുടെ ഒരു സ്വാർത്ഥതയും ഇതിനകത്ത് കയറാൻ പാടില്ല. ആരുടെ ഒരു ബുദ്ധി, നിങ്ങൾക്കൊരു ബുദ്ധിയുടെ ആവശ്യമില്ല. ഞാൻ ഷാജു പാസ്റ്ററോടും ലീഡർഷിപ്പിനോടും ദൈവസഭയോടും പറയുന്നത്, നിങ്ങൾക്കൊരു ബുദ്ധിയുടെ ആവശ്യമില്ല. ഇത് ആത്മാവിൽ തുടങ്ങിയതാണെങ്കിൽ ഇതാത്മാവിൽ ദൈവം നയിക്കും. നമുക്കൊരു വളഞ്ഞ വഴിയുടെ ആവശ്യമില്ല. ദൈവം നിങ്ങൾക്ക് ആവശ്യമായത് അതേത് സമയത്ത് ദൈവം നിങ്ങൾക്ക് നൽകി. ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത നിലകളിലുള്ള വലിയ ബിൽഡിങ്ങുകൾ നിങ്ങൾ മേടിക്കും. ദൈവം അതിനുവേണ്ടിയുള്ള കാശ്, പണം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒരാളുടെയും കയ്യിൽ മുമ്പേക്ക് പോയി കൈ നീട്ടേണ്ട വരത്തില്ല. അതിൻ്റെ സമൃദ്ധി നിങ്ങളുടെ സഭയ്ക്കകത്ത് വരും. സാമ്പത്തിക മേഖലകളിൽ വലിയ ബ്രേക്ക് ത്രൂ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ചില ജോലികൾ മാറത്തക്ക നിലയിൽ, ചില പൊസിഷനുകൾ മാറത്തക്ക നിലയിൽ ഇന്ന് രാത്രി ഈ ഉപവാസപ്രാർത്ഥന കഴിയുമ്പോൾ ഞാനൊരു ദൂത് പറയുകയാണ്. നിങ്ങളുടെ ജോലി ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദശാംശത്തിൻ്റെ കവറിന് നല്ല കട്ടി വേണം. ഒരാത്മനിയോഗത്തിൽ ഞാൻ ഇന്ന് രാത്രി പറയുകയാണ്. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മാതൃക സഭയോടുള്ള പൗലോസിൻ്റെ പ്രബോധനം ആണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ബഥേൽ സഭയെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മാതൃക സഭയായിട്ടാണ് ദൈവം കാണുന്നത്. 1 തെസ്സലോനി 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കും. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. 2 തെസ്സലോനി 1:3 വായിക്കും. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാം വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നു.
ആമേൻ. ബേഥേൽ ദൈവസഭയെ ഓർക്കുമ്പോൾ മറ്റുള്ളവർ സ്തോത്രം ചെയ്യണം. ദൈവസഭയെ ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യണം. 2, സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു ആ സഭയുടെ മെമ്പറാണെങ്കിൽ നിങ്ങളെ ഓർക്കുമ്പോൾ കൂട്ടു സഹോദരങ്ങൾ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യത്തക്ക നിലയിലുള്ള ഒരു ദൈവകൃപ നമുക്കുണ്ടാകണം. മറ്റുള്ളവർ നമ്മളെ ഓർക്കുമ്പോൾ, ഞാൻ പറയുകയാണ്, തോമസ് കുട്ടി ബ്രദർ, എനിക്ക് ഇതിൻ്റെ അകത്ത് തോമസ് കുട്ടി ഉണ്ടോയെന്ന് അറിയത്തില്ല, നിങ്ങൾ ക്ഷമിക്കുക. തോമസ് കുട്ടി ബ്രദറിനെ ഓർക്കുമ്പോൾ ജേക്കബ് ബ്രദറിന് സ്തോത്രം ചെയ്യാൻ അല്ലാതെ മുഖം തിരിഞ്ഞു പോകുന്ന മാതൃകയില്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകരുത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് പൗലോസിന് പറയാനുള്ളത് വിശ്വാസത്തിൻ്റെ എന്ത് ചെയ്യണം? കുറവ് തീർക്കണം, അല്ലേ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനും ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോകും. ഒരു ദൈവദാസന്, പൗലോസ് എന്ന് പറയുന്ന ഒരു ദൈവദാസന് എത്ര വലിയ സന്തോഷമാണെന്നറിയാമോ? ഇവരുടെ വിശ്വാസം കണ്ടിട്ട് അവരോട് പറയാണ്, വിശ്വാസത്തിൽ നിങ്ങളുടെ കുറവ് തീർക്കണം, വിശ്വാസത്തിൽ നിങ്ങൾ വർദ്ധിക്കണം. ബേഥേൽ ദൈവസഭയോട് ഞാൻ പറയുന്നു, വലിയ വലിയ ദർശനങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ, വലിയ വലിയ കാൽവെപ്പുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ചില കാര്യത്തിനകത്ത് കാൽ വെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതിൻ്റെ അവസാനം എവിടായിത്തീരും കർത്താവേ. പക്ഷെങ്കിൽ ദൈവം അതിനു വേണ്ടിയുള്ള വഴികളെ തുറക്കും. വിശ്വാസത്തിൽ വർദ്ധിക്കണം പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കുക. വിശ്വാസത്തിൽ കുറവ് തീർക്കണം, വിശ്വാസത്തിൽ കുറവ് തീർക്കണം. ഒന്നാമത് തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കണം, വിശ്വാസത്തിൽ വർദ്ധിക്കണം. ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോട്, ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആമേൻ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ യുവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവല്, ആമേൻ, വിശ്വാസത്തിൻ്റെ ലെവല് ഈ ദിവസങ്ങളിൽ ആമേൻ മാറത്തക്ക നിലയിൽ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക. 1 തെസ്സലോനി 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വായിച്ചു, ആരെങ്കിലും വായിച്ചു, കുഴപ്പമില്ല. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ 2 തെസ്സലോനി 1:3 വായിക്കൂ. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാം വണ്ണം ദൈവത്തിന് എപ്പോഴും. രണ്ടാമത് പൗലോസിന് ഈ ദൈവസഭയോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, സ്നേഹം വർദ്ധിച്ച് കവിയണം. സ്നേഹം. ഒരു കൂട്ടു സഹോദരന് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്കൊരു വേദന വരണം പ്രിയമുള്ളവർ. ഒരു കൂട്ടു സഹോദരൻ കഷ്ടത്തിലായാൽ നമുക്കൊരു വേദന വരണം. അത് വളരെ അത്യാവശ്യം. ഇവിടെ നമ്മൾ വായിക്കുന്നത് സ്നേഹം വർദ്ധിച്ച് കവിയണം എന്ന് പറഞ്ഞാൽ കവിഞ്ഞൊഴുകണം. കാര്യം ആത്മാവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധമുള്ളവർക്ക് ആ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് വെളുത്തുള്ള ദൈവമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം ഉണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ നമുക്ക് കവിയാൻ പറ്റും. ഞാൻ പറയട്ടെ, ഞാനും ഒരു പാസ്റ്ററാണ്.
ദൈവസഭയ്ക്കകത്ത് വരുന്ന എല്ലാവർക്കും ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. നമ്മളിൽ പലരും ഒന്ന് വിവേചിക്കുക കേട്ടോ. ജോലി പോകുമോ, ഇനി ജോലി പോയാൽ എൻ്റെ ലോൺ അടയത്തില്ല, ഭയപ്പെട്ടാണോ സഭയ്ക്കകത്ത് വരുന്നത്? ഇന്ന് രാത്രി പേടിച്ചിട്ടാണോ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഇരിക്കുന്നത്? ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ദൈവത്തിനകത്തുനിന്ന് നേടാനുണ്ട്, സത്യാഗ്രഹമാണോ ഉപവാസപ്രാർത്ഥന? ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിവേചിക്കുക. ഇന്ന് രാത്രി ദൈവത്തോടുള്ള സ്നേഹത്തിലാണോ ഇന്ന് രാത്രി ഈ ഡിവൈസിൻ്റെ മുൻപിൽ നിങ്ങളായിരിക്കുന്നത്? വചനം കേൾക്കാനുള്ള താല്പര്യത്തിൽ. ദൈവമക്കളെ, ഇന്നത്തെ ദൈവസഭയുടെ ഒരു പ്രോബ്ലം ഞാൻ പറയട്ടെ. ഇന്നത്തെ ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ അടുക്ക വന്നാൽ എല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. കാര്യം തരുന്ന ഒരു യേശുവിനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ മറന്നു പോകല്ലേ, ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ നൽകിയ ആ ദൈവത്തോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോകുന്നുണ്ട്. എപ്പോഴും നമുക്ക് കിട്ടണമെന്നുള്ള നമ്മൾ കൈയടിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ആരാധനയ്ക്ക് വരുന്നതും എല്ലാം കിട്ടണമെന്നുള്ളതാണ്. അല്ല പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ച ഒരു വിളിയുണ്ട്, നമ്മളെ തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പുണ്ട്, നമ്മളെ ആക്കി വെച്ച ഒരു മേഖലയുണ്ട്. ആ വഴികളിൽ കൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മൾ ജീവിക്കേണ്ടതാണ്. നമ്മൾ ദൈവഹിതപ്രകാരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന സകലത നൽകി നമ്മളെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഇന്ന് രാത്രി ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ദൈവസഭയോടൊരു ചോദ്യമിടുകയാണ്. ഭയപ്പെട്ടിട്ടാണോ സൺഡേ വരുന്നത്, അതോ ദൈവത്തോടുള്ള സ്നേഹത്തിലാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തെയും ചിന്തകളെയും തിരുത്തുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. ദൈവമക്കളെ, ദൈവദാസന്മാർക്ക് വേണ്ടിയാണോ? ചിലരുടെ ചിന്ത, ഞാൻ പ്രാർത്ഥിക്കാൻ വരുന്നതും ഞാൻ ആരാധിക്കാൻ വരുന്നതും പാസ്റ്റർക്ക് വല്ലതും തോന്നിയാലോ, ഇനിയും വന്നില്ലെങ്കിൽ വിളിച്ചു ചോദിച്ചാലോ. ദൈവമക്കളെ, നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പിച്ച് എത്ര നാൾ ജീവിക്കാൻ പറ്റും? അങ്ങനെ പറ്റത്തില്ല പ്രിയമുള്ളവർ. നമ്മൾ എത്ര നാൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുക? എത്ര നാൾ പാസ്റ്റർമാരെ, കൂട്ടു സഹോദരങ്ങളെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയും? അതിനുപരിയായി, അതിനപ്പുറത്തേക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ളൊരു വലിയ ചിന്തയും വാഞ്ചയും നമുക്കുണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, സ്നേഹം വർദ്ധിച്ച് കവിയണം, സ്നേഹം പെരുക്കണം, കൂട്ടണം. മാതൃകാ സഭയോട് പറയാനുള്ളത് എല്ലാം വർദ്ധിക്കണം, കൂട്ടണം. ബഥേൽ ദൈവസഭയോട് പറയാനുള്ളത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം, സ്നേഹം വർദ്ധിക്കണം, കൃപാവരം വർദ്ധിക്കണം, ആരാധന വർദ്ധിക്കണം, വചനത്തിൻ്റെ ആഴം വർദ്ധിക്കണം, പ്രവർത്തനങ്ങൾ വർദ്ധിക്കണം, ദൈവദാസന്മാർ വർദ്ധിക്കണം, കോയർ വർഷിപ്പ് ലീഡേഴ്സ് വർദ്ധിക്കണം, പ്രാർത്ഥന ജീവിതമുള്ളവർ മുട്ടിൽ ആമേൻ 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 മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ കഴിവുള്ള ദൈവമക്കൾ, മാതാപിതാക്കൾ വർദ്ധിക്കണം, പുറകിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമക്കൾ വർദ്ധിക്കണം. അതാണ് ദൈവസഭയെപ്പറ്റി, ബഥേൽ ദൈവസഭയെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന. നിങ്ങളുടെ ചെറിയൊരു മൂവ്മെൻ്റ് അല്ല. ഞാൻ വളരെ ആത്മനിയോഗത്തിലാണ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നത്. അതരാദിയാരകലക ശബ്ദനാദിയാര അബൽഖൗഡിരി മനകരകലക ശമനാദര അതിയാരകലക ശബ്ദനാദര ആമേ ധാംബാർ ഇഖേനിയാറ ഗൽക്കാരിയ ശരകരകസിയാല വൗഡിരി മനകരകലക ശബ്ദനാദര. ഇന്ന് രാത്രി വലിയ ആത്മനിയോഗത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ ഒരു മൂവ്മെൻ്റാക്കി, ഒരു മാതൃകാ സഭയാക്കി, ഒരു വർധനവിൽ നിന്നും വർധനവിലേക്ക് കൊണ്ടുവരുവാൻ, ആമേൻ, പ്രവൃത്തിയിലും ആമേൻ ശുശ്രൂഷകരിലും വർഷിപ്പിലും എല്ലാറ്റിലും നിറഞ്ഞ് കവിയുന്ന, ലോകം നിങ്ങളെ അറിയപ്പെടുന്ന ഒരു സമയത്തിലേക്ക് വരുമെന്നുള്ളത് ഇന്ന് രാത്രി മറന്നുപോകൽ.
ജർമ്മനിയിൽ ബെബേൽ എന്ന് പറയുന്ന ഒരു സഭയുണ്ടെന്ന് ലോകമറിയുന്ന ഒരു ദിനങ്ങൾ മുൻപിലുണ്ടെന്നുള്ളത് ഇന്ന് രാത്രി ദൈവസഭ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ന് രാത്രി ഞാൻ പറയുന്ന ഒരു വചനം അത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമല്ലെങ്കിലും നിങ്ങളുടെ അനുഗ്രഹത്തെ പിടിച്ചു നിർത്താനുള്ള ആമേൻ ഹല്ലേലൂയ കാര്യമാണ് ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ആത്മാവിൽ തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവിക ഉദ്ദേശത്തിലേക്ക് ദൈവസഭയെ കൊണ്ടുവരുവാൻ ഈ വചനത്തിൻ്റെ ശക്തിക്ക് കഴിയട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയാണ്, അവർ വളർന്നു വരുന്നൊരു സഭയാണ്, വലിയ പാരമ്പര്യമൊന്നുമില്ലവർക്ക്, ജസ്റ്റ് വളർന്നു വരികയാണ്, ആത്മീക പക്വതയില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് വലിയ ആത്മീക പക്വതയില്ല, വലിയ ആത്മീകമായ ആമേൻ അറിവില്ല. ഇങ്ങനെ മാതൃകപരമായ സഭയായിരിക്കുമ്പോൾ തന്നെ മരിച്ചവരെ പറ്റിയുള്ള ചിന്തയുണ്ട്. അതുമാത്രമല്ല, കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള അവർക്കുണ്ടാകുന്ന കൺഫ്യൂഷനുകളുണ്ട്. ഇതൊക്കെ ഒരു സൈഡിൽ കൺഫ്യൂഷനുകളും പ്രശ്നങ്ങളും ഒക്കെ ആ സഭയ്ക്കകത്തുണ്ട്. അവർ ചിന്തിച്ചത് കർത്താവ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ജോലി ചെയ്യാതെ മടിയന്മാരായ ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു. മരിച്ചവർ അവരെപ്പറ്റി സ്നാനപ്പെടാതെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളും ഒക്കെ കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിൽ പിച്ച വെച്ച് വരുന്ന ആ സഭയോട് ദൈവത്തിനും പൗലോസിനും വലിയ വലിയ സ്നേഹം ഉണ്ടെന്നുള്ളത് ഇന്ന് രാത്രി മറന്നു പോകരുത്. 2 തെസ്സലോനി 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം. ഈ ലേഖനങ്ങളിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേറുതിരിപ്പിൻ. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കത്രേ വേണ്ടത്. രണ്ട് തെസ്സലോനി 3:14-15 അതല്ലേ വായിച്ചേ? അതെ അതെ, ഒന്നുകൂടെ ഒന്ന് വായിക്കുക. ഈ ലേഖനങ്ങളിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേറുതിരിപ്പിൻ. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കത്രേ വേണ്ടത്. ആമേൻ. അടുത്തതായി പൗലോസിന് പറയാനുള്ളത്, പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. ക്രമം കെട്ട് നടക്കുന്നവരെ അകന്നുകൊള്ളണം, എന്നാലും തള്ളിക്കളയലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അവസാനം പൗലോസ് തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് ബുദ്ധി ഉപദേശിക്കുക അത്ര വേണ്ടത്. ഈ ക്രമം കെട്ട് നടക്കുന്നവരെ ദൈവസഭ ബുദ്ധി ഉപദേശിക്കണം കേട്ടോ. ഒരു ദൈവസഭയുടെ രീതി എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കൊരിന്ത്യ സഭയിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഇമോറൽ പ്രശ്നങ്ങൾ കൊരിന്ത്യ സഭയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പൗലോസ് പറയുന്ന ഒരു സൊല്യൂഷൻ എന്നാന്ന് ചോദിച്ചാൽ, ആദ്യം ഒരാൾ പോവാ, പിന്നെ 2 പേര് പോവാ, 3-4 പേര് കൂടി പോവാ. കാര്യം ഒരു ദൈവമക്കളെയും ഒരു കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ ഒരാളെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത്, നമ്മുടെ ബെന്തിക്കോസ് സഭയ്ക്കകത്ത് ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഒരാൾ ഇച്ചിരി അനാത്മീയനെന്ന് കണ്ടാൽ നമ്മളാരും അവരെ മൈൻഡ് ചെയ്യത്തില്ല. ഒരു ഫാദർലി ഹാർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരാളെ ചേർത്ത് പിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇന്ന് രാത്രി മറന്നു പോകരുത്. ഒരു പിതാവിൻ്റെ ഹൃദയം ദൈവസഭയ്ക്കകത്തുണ്ടാകണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മൂന്നാമതായി എനിക്ക് നിങ്ങളോട് ദൈവസഭയോട് പറയാനുള്ളത്, പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. ദൈവസഭയോട്, ബഥേൽ ദൈവസഭയോട് പറയണം, ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.
പ്രമാണങ്ങൾ വിട്ടൊരു പരിപാടി നമുക്ക് വേണ്ട. എന്ന് പറഞ്ഞാൽ പരീക്ഷ ബുദ്ധിയോ ഒരു പരീക്ഷൻ്റെ സ്വഭാവമോ എന്നല്ല. ദൈവിക ഉപദേശം, ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശപരമായ കാര്യത്തിനോട് നമ്മൾ ഒരു വിട്ടുവീഴ്ച മനോഭാവവും നമുക്കുണ്ടാകാൻ പാടില്ല. പ്രിയമുള്ളവർ, ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇവിടെ നമുക്ക് കാണുന്നത്, ഈ പ്രമാണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീകതയെ അളക്കുന്ന അളവുകോലാണ് കേട്ടോ. ഭക്തൻ എല്ലാറ്റിൻ്റെ അകത്തൊന്നും ഒഴിഞ്ഞു പോകും കേട്ടോ. ഉപദേശം എന്ന് പറയുന്നത് നിയമമാണ് കേട്ടോ, അടിസ്ഥാന സത്യം. അതുകൊണ്ട് ആമേൻ, ദൈവസഭയോട് എനിക്ക് പറയാനുള്ളത്, ഉപദേശത്തിനകത്തോ ആമേൻ നിങ്ങൾ അടിയുറച്ചവരായിരിക്കും. ഞാൻ പറയുന്നത് എന്താണ്, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ദൈവത്തിന് നിങ്ങളെപ്പറ്റി ഒരു ഉദ്ദേശമാണ്. ദൈവത്തിന് നിങ്ങളെപ്പറ്റി ഒരു താല്പര്യമുണ്ട്. ദൈവം ചില കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായിത്തീരും. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കും. നന്മ ചെയ്യുകയിൽ തളർന്നു പോകരുത്. അതുപോലെ ആൻറ്റി 1 തെസ്സലോനിക്കർ 4-ന്റെ 9 തൊട്ട് 12 വരെയുള്ള വാക്യം. സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോട് ഒക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം എന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. അതിനകത്തൊരു ആൻസർ കൂടെ ഉണ്ട് കേട്ടോ. ഈ നന്മ ചെയ്യുന്നവരെല്ലാം തളർന്നു പോകും. ആർക്കൊക്കെ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പാരയായിട്ടേ വന്നിട്ടുള്ളൂ. കാര്യം അങ്ങനെയാണ് ലോകം. കാര്യം ഇത് തന്നെ പണ്ടേ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, മടുത്തു പോകരുത്. അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? 2 തെസ്സലോനിക്കർ 3:13 നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, അങ്ങനല്ലേ? തളർന്നു പോകരുത്. തളരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. ദൈവസഭയും തളരും, സഭയുടെ ലീഡർഷിപ്പും തളരും, വ്യക്തിപരമായിട്ടും തളരും. ഇപ്പം സഭ ചിന്തിക്കുകയാണ്, ആരെങ്കിലും 10 പേരെ നമുക്കൊന്ന് സഹായിക്കാമെന്ന് പറഞ്ഞാൽ ചുറ്റിപ്പോവും. കാര്യം സഭ, ഇപ്പം ഞാനും ഒരു പാസ്റ്ററായതുകൊണ്ട് പലപ്പോഴും പല രീതിയിൽ പലരെ സഹായിക്കണമെന്ന് ദൈവസഭയ്ക്ക് തോന്നാറുണ്ട്. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ അധികം തുനിയാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് സഭയുടെ യൂണിറ്റിയെ കളയും. സഭയുടെ യൂണിറ്റിയെ കളയാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാലും നിങ്ങൾ മടുത്തു പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് ചെയ്തേ പറ്റത്തുള്ളൂ. സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചവരല്ലാതെ മാസിലോണിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചല്ലോ. അത് താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പം 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവൻ ഞാൻ പറയുന്നത്, ദൈവസഭയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, സ്വന്തമായി അല്ലേ, സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യാനും അഭിമാനം തോന്നണം. എന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് ജീവിക്കാൻ അഭിമാനം കൊള്ളണം.
നമ്മൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിക്കാൻ നമ്മൾ അങ്ങനെ ആകല്ലേ പ്രിയമുള്ളവർ. ആർക്കെങ്കിലും നമുക്കൊരു സഹായം വേണമെങ്കിൽ, ആരെങ്കിലും അത് ചെയ്യുന്നെങ്കിൽ അത് സ്തോത്രം. ദൈവസഭയോട് എനിക്ക് പറയാനുള്ളത്, നന്മ ചെയ്യണം. നന്മ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. നന്മ ചെയ്യാൻ നിങ്ങൾ മടുത്തു പോകരുത്. നന്മ ചെയ്യാൻ നിങ്ങൾ തളർന്നു പോകരുത്. അത് ദൈവസഭയുടെ ഭാഗമാണ്. അത് ദൈവം നിങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. 1 തെസ്സലോനി 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. നിങ്ങൾക്കു തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. 2 തെസ്സലോനി 2:17 ഒന്ന് വായിക്കൂ. 16-ഉം 17-ഉം കൂടെ വായിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ചു നിത്യശ്വാസവും നല്ല പ്രത്യാശയും കൃപയാല നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. ഇവിടെ പറയുന്ന നമ്മളെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തണം. ദൈവമക്കളെ, ഇന്ന് രാത്രി ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ദൈവമക്കളുണ്ടോ? നാളത്തെ പറ്റിയുള്ള ചിന്തകളിലും വെല്ലുവിളിക്കകത്തൂടെ പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സ്ഥിരതയുള്ളവരായി നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തണം. ശത്രുവിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്നാന്ന് ഞാൻ ചോദിക്കുക എന്ന് പറയട്ടെ പ്രിയമുള്ളവരെ. നമുക്കൊരു സ്ഥിരതയില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്ഥിരതയെ തെറ്റിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഏദൻ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ഏദൻ തോട്ടത്തിനകത്ത് സംഭവിച്ചത് അവരുടെ സ്ഥിരത, കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുക. കർത്താവ് അവരോടൊരു കാര്യം പറഞ്ഞു, അതിനെതിരായി ശത്രു വന്ന് പല കാര്യവും പറയുകയാണ്. ഇന്ന് രാത്രി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, സ്ഥിരതയുള്ളവരായിരിക്കണം. സ്ഥിരതയുള്ളവരായിരിക്കണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കുടുംബങ്ങളോട് പറയുകയാണ്, സ്ഥിരതയുള്ളവരായിരിക്കണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയുന്നു, നീ ചിന്തിക്കുന്നത് പോലെ, നീ ഭയക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കത്തില്ലെന്ന്. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാമത്തെ രാത്രി വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. നിങ്ങളുടെ സ്ഥിരത കൈവിട്ടു പോകരുത്. നിങ്ങളുടെ വിശ്വാസം കൈവിട്ടു പോകരുത്. നിങ്ങളിലുള്ള ദൈവകൃപ കൈവിട്ടു പോകരുത്. ഇന്ന് രാത്രി കുടുംബങ്ങളോട്, ആമേൻ, ഇന്ന് രാത്രി വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അപരാധിയാര ഗലകശം ധനാധിയാര അതിയാര ഗലകശം ധനാധിയാര ഗലകസി. ഇന്ന് രാത്രി സ്ഥിരതയുള്ളവരായിരിക്കണം. ആമേൻ. നമ്മളെ ഭയപ്പെടുത്തുന്ന, ചിലപ്പോൾ അത് രോഗങ്ങളായിരിക്കാം. നീ മരിക്കുകയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറയുക. ദൈവത്തിന് നിന്റെ മേലൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്റെ മേലൊരു ഒരു ഉദ്ദേശമുണ്ട്. സ്ഥിരതയുള്ളവരായിരിക്കുക. ദൈവവചനത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക. സൗഖ്യമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി മറന്നുപോകരുത്. അപരാധിയാര കലക ശമനതിയാര കലകസി അമ്പൽ കൗടരാധിയാര കലകസിയാലവൗട അതരകരകരകമനവൗടിരി മനകരകലക ശമന. ആമേൻ. ശത്രുവിനെ നമ്മളെ ഭയപ്പെടുത്തുവാൻ കഴിയുമായിരിക്കും. ആമേൻ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഭക്തന്മാരൊക്കെ ചില സമയത്ത് ഭയപ്പെട്ടു പോയിട്ടുണ്ട്. ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴെ കിടന്നിട്ടുണ്ട്. കൊട്ടാരത്തിനകത്ത് കയറി ഞാൻ പറയാതെ മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞ ആ പ്രവാചകൻ ഇസബേലിൻ്റെ വെല്ലുവിളിയുടെ മുൻപിൽ ചൂരച്ചെടിയുടെ കീഴെ പോയി കിടന്നിട്ടുണ്ട്. ഫെലിസ്ത്യനായ ഗോല്യാത്തിനെ എറിഞ്ഞിട്ട ദാവീദ് ശൗല് തൻ്റെ പുറകെ വന്നപ്പോൾ താൻ ഓടിച്ചെന്ന് കയറിയത് ഗത്തിലെ രാജാവ് ഫെലിസ്ത്യൻ്റെ കീഴിലാണ്.
താൻ അവിടെ ഒന്ന് ഭയപ്പെട്ടു പോയി. ദൈവമക്കളെ, ജീവിതത്തിൽ പതറിപ്പോകുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. പതറുന്ന അല്ലെങ്കിൽ പതറിപ്പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും കേട്ടോ. പക്ഷെ ഇന്ന് രാത്രി ചൂരച്ചെടിയിൽ കിടന്നിൻ്റെ കീഴെ ദൈവം നിന്നെ കിടത്തത്തില്ല. അവിടുന്ന് ദൈവം തട്ടി ഉണർത്തും. ഗത്തിലെ രാജാവിൻ്റെ വാളിൻ്റെ വായ്ത്തലയിൽ ദാവീദേ, നീ പട്ടുപോകത്തില്ല, അതിനല്ല ഞാൻ നിന്നെ അഭിഷേകം ചെയ്തത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ആരോടൊക്കെ പറയുന്നു, ആമേൻ, നിന്റെ മേൽ എൻ്റെ അഭിഷേകം ദൈവം പകർന്നത് പട്ടുപോകാനല്ല, ദൈവത്തിന് വേണ്ടി സാക്ഷിയായി നിൽക്കുവാനാണെന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ദൂതിലേക്ക് വരണമെന്നുണ്ട്. എനിക്ക് നിങ്ങളോടൊക്കെ വ്യക്തിപരമായി ചൂടെ നിങ്ങളുടെ വിഷയങ്ങളുമായി ചേർന്ന് എനിക്ക് ശുശ്രൂഷിക്കണമെന്നുണ്ട്. പക്ഷേ ദൈവസഭയോട് ആമേൻ പറയാനുള്ള ദൂതും ദൈവം എൻ്റെ നൽകിയേക്കാണ്. പ്രിയമുള്ളവർ, അടുത്തത് പൗലോസ് വായിക്കണ്ട, അവരോട് പറയുന്നത് അറിവില്ലാതിരിക്കരുതെന്ന്. വായിക്കണ്ട, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13-18 വരെ. അവിടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട, മരിച്ചതിന് ശേഷം ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാണ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചൂടെ ദൂത് വരത്തില്ലെന്ന് എനിക്കറിയാം. ഞാനും ഒരു പാസ്റ്ററാണ്. അപ്പം ഞാൻ ഇച്ചൂടെ ദൂതിലേക്ക് ഈ അവസാന സമയത്ത് വരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് വാക്യങ്ങൾ വായിക്കണ്ടെന്ന് പറഞ്ഞു. അറിവില്ലാതിരിക്കരുത്. ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ കരണ്ടേ കയറി പിടിച്ചാൽ കരണ്ട് അടിച്ചിരിക്കും. കാര്യം അവൻ അറിവില്ലായ്മയാണ്. പക്ഷെങ്കിൽ കരണ്ടിൻ്റെ സ്വഭാവം കാണിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവമക്കൾ അറിവുള്ളവരായിരിക്കണം. നമ്മൾ തിരിച്ചറിവുള്ളവരായിരിക്കണം. നമ്മൾ പോകുന്ന ദൈവസഭയെപ്പറ്റി നമുക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം. നമ്മുടെ കുടുംബത്തെപ്പറ്റി നമുക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. നമ്മുടെ തലമുറകളെപ്പറ്റി നമുക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്കറിയത്തില്ല അവിടുത്തെ സ്കൂളിങ് എങ്ങനെയാണെന്ന്. +2 കഴിയുമ്പം എന്തോ പഠിക്കണമെന്നുള്ളത് ഭയങ്കര കറക്കമാണ് എല്ലാവർക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം. 12 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. നമ്മുടെ പരാജയം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ശത്രു നമ്മളെ വീഴ്ത്താൻ സാധ്യതയുള്ള മേഖലകളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടത്തില്ലെന്നേ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് തോന്നുകയാണ് ഞാൻ ഭയങ്കര ഈഗോ പ്രോബ്ലം ഉള്ള ആളാണ്. ഞാൻ പറയട്ടെ, ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പരാജയപ്പെടണമെങ്കിൽ 1-2 കാര്യം മതി കേട്ടോ. 1 ഈഗോ, 2 കോംപ്ലക്സ്, പിന്നെ ഒരു മത്സര മനോഭാവം. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും കേട്ടോ. നമ്മൾ ഹമ്പിളാകണം. ഞാനൊരു വലിയ മനുഷ്യനാണെന്നും എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണമെന്നും ഞാനൊരു സംതിങ് ആണെന്നും തോന്നിയാൽ ദൈവം നമ്മളെ അടിച്ചിടും കേട്ടോ. ഒരു രാജാവിനെ 6-7 വർഷം പുല്ല് തെറ്റിച്ച മറന്നു പോകില്ല. ദൈവത്തിന് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് അഹങ്കാര മനോഭാവം എന്ന് പറയും. ദൈവം നമ്മളെ ഉയർത്തും തോറും നമ്മൾ താഴോട്ട് വരണം കേട്ടോ. ദൈവം നമ്മുടെ മേൽ കൃപ പകരും തോറും നമ്മൾ താഴോട്ട് വരണം. പ്രിയമുള്ളവർ, ദാവീദ് എത്ര നല്ല മനുഷ്യനാണെന്നറിയാമോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബെന്തിക്കോസുകാർ ദാവീദിനെ പ്രസംഗിച്ചതുപോലെ ആരും പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ ഇന്നുവരെ ദാവീദിൻ്റെ സ്വഭാവം എന്നാന്ന് തിരിച്ചറിയാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്തുകൊണ്ടാണ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നോ ആമേൻ ദൈവത്തിനോ
തനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കാരണം എന്നാണെന്നറിയാം? ഒരു 10-12 കൂട്ടം കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഹമ്പിളാകണം കേട്ടോ. അവസാനം പോലും താൻ പറയുന്നത് പുൽപ്പുറങ്ങളിൽ നിന്ന് എന്നെ കൊണ്ടുവന്ന് രാജാവാക്കി, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന് ഇടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ, ഇത്രത്തോളം കൃപ പകരാൻ, ഇത്രത്തോളം എന്നെ നന്മ കൊണ്ട് നിറയ്ക്കാൻ, എൻ്റെ കയ്യിൽ ഇത്രത്തോളം സമ്പത്ത് തരാൻ ഞാൻ എന്തുള്ളൂ കർത്താവേ. നമ്മൾ ചോദിക്കേണ്ടത്, കർത്താവേ നീ എന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ചു, നീ എന്നെ ഇത്രത്തോളം, എനിക്ക് ഇത്രത്തോളം കൃപകൾ നൽകി, ഇത്രത്തോളം എന്നെ സഹായിച്ചു, ഞാൻ എന്തു ചെയ്യണം കർത്താവേ, ഞാൻ എന്തു ചെയ്യണം കർത്താവേ? ഈ വാസപ്രാർത്ഥനയിൽ ഒരു സമർപ്പണത്തിലേക്ക് ദൈവസഭ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പണത്തിൻ്റെ മുൻപിലാണ് പ്രിയമുള്ളവരെ വിടുതൽ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വിടുതലിൻ്റെ ഒരു മെസ്സേജ് കേട്ടാൽ വിടുതൽ വരണമെന്നില്ല കേട്ടോ. വിടുതലിൻ്റെ ഒരു മെസ്സേജ് കേട്ടതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കണമെന്നില്ല. നിങ്ങളും ദൈവവുമായിട്ടുള്ള അടുത്ത ആഴത്തിലുള്ളൊരു ബന്ധത്തിൽ മാത്രമേ ദൈവത്തിന് ആമേൻ പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. അടുത്തത് ആ സഭയോട് പറയാനുള്ള, പൗലോസിനുള്ള അടുത്തത് സുബോധമുള്ളവരായിരിക്കുക എന്നുള്ളത്. 1 തെസ്സലോനിക്കർ 5:8 അവരോട് പറയാം, നിങ്ങൾക്ക് സുബോധമുള്ളവരായിരിക്കണം, അറിവുള്ളവരായിരിക്കണം, റിയാലിറ്റി മനസ്സിലാക്കണം, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവസഭയോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, മാതൃക സഭയായി ദൈവം ആ രാജ്യത്ത് നിങ്ങളെ കണ്ടിരിക്കുക. ദൈവത്തിന് നിങ്ങളെപ്പറ്റി വലിയ ഉദ്ദേശമുണ്ട്. നിങ്ങളൊരു ചെറിയ ആട്ടിൻകൂട്ടമാണെന്ന് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. ആമേൻ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ കാര്യം. കർത്താവ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഈ വാസപ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കട്ടെ. ദൈവം മഹത്വം വെളിപ്പെടുന്ന ദിനങ്ങളാക്കി തീർക്കട്ടെ. അതരാതി ആരകലക ശബ്ദനാദര ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രിയമുള്ളവരെ. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ. ആ തെസ്സലോനിക്ക സഭ പോലെ ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വർദ്ധിക്കുന്നവരായി, സ്നേഹത്തിൽ വർദ്ധിക്കുന്നവരായി, പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവരായി, നന്മ ചെയ്യുന്നവരായി, ആമേൻ ആമേൻ, ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുന്നവരായി, അറിവുള്ളവരായി, സുബോധമുള്ളവരായി. ഇനി ഒത്തിരി കാര്യമുണ്ട് കേട്ടോ. ആമേൻ. പക്ഷെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് സമയം കിട്ടിയാൽ ദൈവസഭ പ്രിയപ്പെട്ടവരെ 1 തെസ്സലോനിയും 2 തെസ്സലോനിയും നിങ്ങളൊന്ന് വായിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. അത് നിങ്ങളുടെ ദൈവസഭയോടുള്ള ദൈവിക ദൂതുകളാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം.